എനിക്ക് 100% പറയാൻ പറ്റും ബ്രില്യൻറ്റിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ പറ്റിയെന്നുള്ളത് എനിക്ക് 100% പറയാൻ പറ്റും. നമ്മളെ ഓരോ മസിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഓരോ ബോൺ എവിടെയാണ്, ഒരു നെർവിൻ്റെ പാസേജ് എന്താണ് ഒക്കെ കൃത്യം നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ഒരിക്കലും മെമ്മറിയിൽ നിന്ന് പോവില്ല. പിന്നെ ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. നമുക്ക് ക്യാൻസർ ആയിരുന്നു ഓർഗാനിക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, റിയാക്ഷൻ മെക്കാനിസം എടുത്താൽ ആ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു അത് വേറെ ലെവൽ സാധനം വാവ് വാവ് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ നീറ്റിൻ്റെ ഒരു 1 month ബിഫോർ ഞാൻ തീരുമാനിച്ചു ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഏതാണ്. ഞാൻ ഫുൾ തീരുമാനിച്ച് ആ ഡ്രസ്സിൽ അതേ സമയത്ത് ഹാളിൽ പോയി ഇരിക്കും. ബാക്കി ക്ലാസ്സിൽ ആൾക്കാർ എന്ത് കളിക്കുകയാണെങ്കിലും 15 minutes സൈലൻ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ആ ഒരു വളരെ മെത്തോഡിക്കായിട്ട് ഞാൻ തന്നെ സെൻസിറ്റൈസ് ചെയ്തു തന്നെ എക്സാമിൽ. ലാസ്റ്റ് ഒരു 1 week ഇല്ലേ, അപ്പോഴേ ഞാൻ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നത് നിർത്തിയിരുന്നു. പിന്നെ ബയോളജി എന്തെങ്കിലും മറന്നുപോയെന്ന് എനിക്കൊരു തോന്നുകയാണെങ്കിൽ ആ പാർട്ട് മാത്രമേ ബയോളജി മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് പ്രീവിയസ് ഇയർ, അത് ലാസ്റ്റ് 1 week ആയിരുന്നു ഫുൾ 2 ബുക്കും ഫുള്ള് ഞാൻ ചെയ്തു കൊടുത്തു. അതായിരുന്നു എൻ്റെ ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നത്. ഞാൻ അവസാനം ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ 16 kilograms എഴുതി പഠിച്ച ന്യൂസ് പ്രിന്റ് മാത്രം ഉണ്ട്. ഞങ്ങൾ വെയ് ചെയ്ത് നോക്കിക്കൊണ്ട് 16 അത്രയും അതങ്ങനെ എഴുതി ഓർമ്മിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം വായിച്ച മെമ്മറി ഉണ്ടാവും. ബട്ട് കെമിസ്ട്രി ഒക്കെ ഒരു റിയാക്ഷൻ, ഒരു കോഎൻസൈം, ഒരു സബ്സ്ട്രേറ്റ് ഒന്നും മാറിപ്പോയി എഴുതി തന്നെ പഠിക്കുക. ഒരു ഫിഗിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ കൃത്യം സാറിന്റെ മുഖം ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുക. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ ആ പോയിന്റ് അതേപോലെ സാർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിരുന്നു മുറിച്ച ഫ്രൂട്ടിന്റെ. അത് ഭയങ്കര യൂസ്ഫുൾ ആയി. ബ്രില്യൻ്റിൽ അല്ലാതെ വേറെ എവിടെ പോയാലും അത് എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നത്. അച്ഛൻ സർജൻ ആണ്. അപ്പൊ അച്ഛന്റെ ലാപ്ടോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കീറിയിരിക്കുന്നത്, ഈ ക്ലെഫ്റ്റ് ലിപ്പിന്റെ റിപ്പയർ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ സെൻസിറ്റൈസ്ഡ് ആയിരുന്നു അത്യാവശ്യം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. സോ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അറിയാം, നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലാണെങ്കിലും സെക്കൻഡ് ഇയറിലാണെങ്കിലും തേർഡ് ഇയറിലാണെങ്കിലും ഏത് ഇയറിൽ നോക്കിയാലും നമ്മുടെ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസിന്റെ ഒരു തരംഗം തന്നെയാണ് എല്ലാ മെഡിക്കൽ കോളേജിലും, പ്രത്യേകമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ. സോ ഇന്ന് അതിലൊരാളെ പരിചയപ്പെടാനും കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം മറ്റാരുമല്ല, സിദ്ധാർത്ഥ്. ഹായ്. ഓക്കെ, വെൽക്കം. യെസ്. അപ്പോൾ സിദ്ധാർത്ഥിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. കുറേ വിശേഷങ്ങൾ സിദ്ധാർത്ഥിന് പറയാനുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ സിദ്ധാർത്ഥിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഹായ് ഗൈസ്, എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിൽ കോഴിക്കോട് താമരശ്ശേരിയാണ് പഠിച്ചത്. ഞാനൊരു കോഴിക്കോട് സ്വദേശിയാണ്, ബട്ട് ഞാൻ താമസിക്കുന്നത് കണ്ണൂരാണ്. ഓക്കെ, ഇനി വീട്ടിൽ ആരൊക്കെയാണല്ലോ? മോനെ വീട്ടില് എൻ്റെ പാരന്റ്സ് 2 പേരുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഒരു സിസ്റ്ററുമാണ് ഞങ്ങൾക്ക് വീട്ടിലുള്ളത്. ഓക്കെ, പാരന്റ്സ് എന്താ ചെയ്യുന്നത്? പാരന്റ്സ് 2 പേരും ഡോക്ടേഴ്സാണ്. ചെറുതാ, 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് മോൻ ഇങ്ങനെ ഒരു ഡോക്ടർ എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ഡോക്ടർ എന്നുള്ളത്? ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു എയിം ആയിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഇന്നേറ്റായിട്ട് ബയോളജിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചെറിയ കൊച്ചായിരുന്നപ്പോൾ മുതൽ ഈ ഗ്രാൻഡ് മദർ എനിക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഈ 10th കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പം അത് എഴുതി. അപ്പം എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസിന് അവിടെ ബാലുശ്ശേരി എന്ന് പറഞ്ഞ ഈ താമരശ്ശേരിയുടെ അടുത്തൊരു ഹൗസൊക്കെ ഉണ്ട്. അപ്പം അതങ്ങനെ സംബന്ധിച്ച് താമരശ്ശേരി ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ കയറി. പിന്നെ അവിടുന്ന് ബ്രില്യൻറ്റിൽ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഡോക്ടർ ആവണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിട്ട് ഉറപ്പിച്ചത് ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് മോൻ ആ ഒരു ചെറിയൊരു ഡൗട്ടോട് കൂടിയാണ് ബ്രില്യൻറ്റിലേക്ക് വന്നത് അല്ലേ? വേണോ വേണ്ടയോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടിയായിരുന്നു ബ്രില്യൻറ്റ് വന്നത്. അവിടുന്ന് അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യനോട് കൂടി ബ്രില്യൻറ്റിലേക്ക് വന്നു. അതിനുശേഷം മോൻ പറഞ്ഞു ബ്രില്യൻറ്റ് വന്നതിന് ശേഷമാണ് ഞാനിത് ഉറപ്പിച്ചത്, എനിക്ക് മെഡിക്കൽ മതി എന്ന് അല്ലേ? അപ്പോൾ ആ ഒരു അങ്ങനെ തീരുമാനിക്കാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രില്യൻറ്റിലെ മോനെ സഹായിച്ചത്? തീരുമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നേറ്റായിട്ട് ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഞാൻ പാരൻസിന് 2 പേരും കണ്ടാണ് ഭയങ്കര ബിസിയാണ്, വീട്ടിലൊന്നും കാണാറില്ല. അപ്പം അങ്ങനെ ഒരു ഇത് വേണ്ടാന്നായിരുന്നു എനിക്ക്. ബട്ട് ബ്രില്യൻറ്റിൽ വന്നു. അതിനുശേഷം ഈ അവിടെ വന്ന ടീച്ചേഴ്സ്, വേൽമുരുകൻ സാറുണ്ട്, പിന്നെ ശ്രീജിത്ത് സാറുണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സാറുമാരാണ്. അപ്പം അവരെങ്ങനെ പറയും, സാറെ മോൾ അവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ സാർക്ക് ഇങ്ങനെ ആ കോളേജ് ലൈഫിനെ കുറിച്ച് പറയുമ്പോഴും പിന്നെ ഞാൻ ഈ എൻ്റെ പാരൻസിൻ്റെ കൂടെ കണ്ടതും അപ്പം കുറേ കഴിയുമ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് പറ്റിയൊരു ഫീൽഡ് ആയിരിക്കും, ഞാൻ പോയാൽ ഞാൻ നന്നായിരിക്കും എന്ന് എനിക്കൊരു ഫീലിംഗ് വന്നു. കാരണം ആ ബ്രില്യൻറ്റിൽ ഓരോ പ്രാവശ്യം ജോർജ് സാർ പറയുന്നതും അതിലുള്ളൊരു നമുക്കൊരു ഇന്നേറ്റായിട്ട് ഒരു ഇത് ഡെവലപ്പ് ചെയ്യില്ല ഒരു ഫീലിംഗ് അങ്ങനെ വന്നതാണ്. യെസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ആയിരിക്കുമല്ലോ ഇപ്പം
ഫൈനലി ഒരു കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ MBBS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഇപ്പോൾ ആ വൈറ്റ് കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു അല്ലെ ഒരുപാട് കഷ്ടപ്പാടും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ കഴിഞ്ഞാണ് വന്നത്. പ്രത്യേകിച്ച് 2025 എക്സാം, നീറ്റ് എക്സാമിനെ കുറിച്ച് അറിയാലോ, അത് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു അതിലൊരു പാർട്ടായ ആളാണ്. അപ്പം അതിനെയൊക്കെ സഹായിച്ച് അങ്ങനെ ഇപ്പം ആ നല്ല മാർക്ക് മേടിച്ച് ഇവിടെ എത്തി ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മോന് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്? ബ്രില്യൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഈ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതാണ്. എനിക്ക് 100% പറയാൻ പറ്റും ബ്രില്യൻറ്റിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ പറ്റിയെന്നുള്ളത് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഭയങ്കര എക്സെപ്ഷണലി ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് ആയിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം ബ്രില്യൻറ്റും സ്കൂളും ഭയങ്കരമായിട്ട് അവർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാന് കൃത്യം ഈ സമയത്ത് ഈ ചാപ്റ്റർ തീർക്കുന്നു, എൻ്റെ മോഡൽ എക്സാംസ് നടത്തുന്നു. ഇതും ഉറപ്പായിട്ട് എനിക്ക് പറയാം, മോഡൽ എക്സാമിൽ കണ്ട ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഫിസിക്സിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഫിസിക്സ് എനിക്ക് വളരെ ഇനീറ്റ്ലി ഞാൻ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബയോളജി ആയിരുന്നു എപ്പോഴും എൻ്റെ സ്ട്രോങ് പോയിന്റ്. നീറ്റിലായാലും ഫുൾ മാർക്ക് ബയോളജിക്ക് ആണ് എനിക്കുള്ളത്. ബാക്കി രണ്ടും അതിൽ അത്ര മാർക്കേ ഉള്ളൂ. അപ്പം ഈ ബ്രില്യൻ്റ് പറയുന്നത് പിന്നെ ഈ അവസാനമൊക്കെ ആകുമ്പോൾ മോഡൽ എക്സാം റെസിഡൻഷ്യൽ ബാച്ചിന് നമുക്ക് ഈ എക്സാംസ് വേറെ ആണല്ലോ. മോഡൽ എക്സാം യൂണിറ്റ് ആകുമ്പോൾ മാത്രമല്ല റിപ്പീറ്റേഴ്സിൻ്റെ കൂടെ. അപ്പം സ്റ്റെന്നി സാറ് വരും ഈ അവസാനം ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പോൾ സാർ ഇങ്ങനെ പറയും, നമ്മൾ വിട്ടുകൊടുക്കരുത്, നമ്മൾ നന്നായിട്ട് പഠിക്കുക. അത് സാറ് പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ആണ്. അങ്ങനെ ഒന്നും കൂടി ഇരുന്നിട്ട് പഠിക്കും. അപ്പൊ ചെറുതായിട്ട് പോലും എപ്പോഴെങ്കിലും ഒന്ന് ഡെസ്പായിട്ട് അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും സ്റ്റെന്നി സാറിന്റെ വരവ്, ഇതുമല്ല നമ്മുടെ സാർമാരുടെ വരവ് വന്ന് നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ നൽകുന്നത്. സാറും ജോർജ് സാർ ആയാലും, ജോർജ് സാറൊക്കെ വളരെ എന്ന് വെച്ചാല് പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികളായതുകൊണ്ട് ഭയങ്കര സാറെ കുട്ടികളെ പോലെ തന്നെയാണ് നോക്കാറ്. സാറ് വരുമ്പോൾ കേക്കോ ലഡു എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് സാറ് വരുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ സാറോടെ ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഒരു ഭയങ്കര അടുത്ത പ്രാവശ്യം സാറ് വരുന്നവരെ ഇങ്ങനെ എന്ന് വെച്ചാൽ സാറ് വരുന്ന എക്സാമിന് എന്തായാലും നല്ലൊരു മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ആണ്. എന്നിട്ട് വേണം അല്ലെങ്കിൽ സാറിനെ സന്തോഷിപ്പിക്കുക, അപ്പൊ നിങ്ങൾ ഹാപ്പി ആവും, അങ്ങനെ മൊത്തത്തിലല്ലേ ഒരു. പിന്നെ ആ സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ സെന്ററാണ്. ഞാൻ അവിടുത്തെ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. അപ്പം അവിടെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് 4 ടീച്ചേഴ്സ് ഉള്ളത്. ഞങ്ങൾക്ക് സുമി ജോഫിൻ മാഡം ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പൊ അവരിങ്ങനെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഓരോ കുട്ടീനെ അറിയാം കൃത്യമായിട്ട് ഏതാണ് പോയിന്റ്. അവർ കൃത്യം വിളിച്ചിരുത്തി ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട് മോൻ, ഈ സബ്ജക്ട് നോക്കണം, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കണം, ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട്. ബിറ്റ്വീൻ മോന്റെ ഏത് സ്കൂളായിരുന്നു? സ്കൂളിന്റെ പേരും കൂടെ ഒന്ന് പറയോ? സ്കൂൾ അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, താമരശ്ശേരി എന്ന് പറഞ്ഞ സ്കൂൾ. താമരശ്ശേരി തന്നെയായിരുന്നു. അപ്പൊ ആര്യ ചേച്ചി ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലേ, ചേച്ചിയുടെ സ്കൂളാണ്. ഓ ഐ സി. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ മാർക്കും കൂടെ വീണ ഒരു സ്കൂളും കൂടെയാണ് അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു, ബ്രില്യൻറ്റിലേക്ക് വന്നു, ഇപ്പൊ ദാ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി അല്ലേ? അപ്പം ശരിക്കും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, മെഡിക്കൽ കോളേജ് ഈ കോട്ടയത്ത് തന്നെ വരണം എന്ന് ആഗ്രഹിച്ചു വന്നതാണോ, മാർക്കിന്റെ ബേസിൽ വന്നത്? ആഗ്രഹിച്ചു തന്നെ വന്നതാണ്. ആക്ച്വലി അതിന്റെ ഒരു മെയിൻ റീസൺ ബ്രില്യന്റ് തന്നെയാണ്. കാരണം ഞാൻ ഇതുപോലെ റെസിഡൻഷ്യൽ ബാച്ചിലാണല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഫോണില്ല, ഞങ്ങൾ നോക്കിയുടെ ഫോണൊക്കെ യൂസ് ചെയ്യാം. ബ്രില്യന്റിന്റെ ടാബ് തന്നെയാണ് ആക്ച്വലി എന്റർടൈൻമെന്റ് സ്റ്റഡിക്ക് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ അതില് ഈ ഇങ്ങനെ ബ്രില്യന്റിന്റെ വിസിറ്റ് ഉണ്ടാവല്ലോ കോട്ടയം മെഡിക്കൽ കോളേജില്. അപ്പൊ ആ കോളേജില് കോട്ടയത്തിന്റെ വീഡിയോ ഇട്ടപ്പോ അതിൽ ചേച്ചി പറഞ്ഞിരുന്നു കർഫ്യൂ ഇല്ലാന്ന്. അതായിരുന്നു എനിക്ക് ആക്ച്വലി ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തീരുമാനിച്ചു. കേരളത്തിലാണ് പോകുന്നതെങ്കിൽ കോട്ടയം മതി എന്നുള്ളത്. ഓക്കെ. അതിനുശേഷം അങ്ങനെ വന്ന് അല്ലെങ്കിൽ ഒരു സീനിയേഴ്സിന്റെ അഭിപ്രായം വീഡിയോയിലൂടെ കേട്ട് കഴിഞ്ഞ് വന്ന ഒരാളാണ് സിദ്ധാർത്ഥ്. വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഇംപ്രഷൻ എന്താ? വന്നു കഴിഞ്ഞിട്ട് അടിപൊളിയോ, ഒന്നും പറയാനില്ല, സീന് കോളേജാണ്. എന്ന് വെച്ചാൽ എന്താണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലോ ടീച്ചേഴ്സ് ആണെങ്കിലോ ആക്ടിവിറ്റീസ് ആണെങ്കിലോ എല്ലാ യൂണിറ്റിന്റെ പരിപാടിയാണെങ്കിലും അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇടുക്കി ഒരു മെഡിക്കൽ ക്യാമ്പിനൊക്കെ ആദ്യമായിട്ട് പോകുന്നത് ഇവിടെ വന്നിട്ടാണ്. അതൊക്കെ വളരെയാണ്. സീനിയേഴ്സ് ആണെങ്കിലും എന്താ പേര് പറയാൻ അത്രയ്ക്കും എന്ത് ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും 0 റാഗിങ് ക്യാമ്പസ് ആണ്, എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ടീച്ചേഴ്സ് ആണെങ്കിലും മാക്സിമം ഹെൽപ്ഫുൾ, അവരെ കൊണ്ട് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് വരെ അവരെടുത്ത് അയച്ചു തരും. അത്രയ്ക്കും നൈസ് കോളേജാണ്. പിന്നെ ക്യാമ്പസ് ആയിട്ട് ഒരുപാടൊന്നും ഇല്ലെങ്കിലും വലിയ 260 ഏക്കർ ക്യാമ്പസാണ്. ഞങ്ങൾക്ക് രാത്രി ഇങ്ങനെ കുറെ നേരം ഇരുന്ന് വായിക്കുമ്പോൾ ഒരു നിശ്ചയിച്ച കൂട്ടുകാരോട് ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പിങ്ക് കഫേ ആയാലും ബൂസ്റ്റർ ചായ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഫുഡ് ലോസ്ക്കൊക്കെ പോയി ഒരു ചായ കുടിക്കാം. ഭയങ്കര ഒരു നൈസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ? ഇതിപ്പോ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നോർമൽ ഒരു കോളേജിൽ ചെന്നാൽ ഇത്രയും ഇതിനേക്കാളും അടിച്ചു പൊളിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലാണ് വന്നത് അടിച്ചു പൊളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സങ്കടം ഒരിക്കലും ഇല്ല. അടിപൊളി, ഒരു റിഗ്രറ്റും ഇല്ല. 100%. എന്ന് വെച്ചാൽ പ്രോഗ്രാം ആണെങ്കിൽ തന്നെ എല്ലാ വീക്കും പ്രോഗ്രാമാണ്. അതും ഈ ചെറിയൊന്നുമില്ല, നല്ല വിശാലമായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പൊ 2 പൊളിറ്റിക്സ് ആയാലും എല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള കോളേജാണ്. വളരെ നൈസ് കോളേജാണ്. വെരി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ
ഇപ്പൊ ഇത് മെഡിക്കൽ കോളേജിൽ വന്നു, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി ആയിരിക്കുമല്ലോ കടാവർ ഡിസെക്ഷൻ അല്ലേ? അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നൊരു ഇവന്റ് ആയിരുന്നു. കാരണം ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടുകാരെന്ന് പറയാം, ഞാൻ ഈ ഡിസെക്ഷൻ കിറ്റൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ ഇക്കൊല്ലം കേറി അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് സെറമണി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കേറി ഭയങ്കര സീൻ പരിപാടിയാണ്. ഇതിന്റെ ഇടയ്ക്ക് സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കടാവർ ഡിസെക്ഷന്റെ കിറ്റ് മേടിച്ചത് അത് എപ്പോഴാ മേടിച്ചതെന്ന് കൂടെ ഒന്ന് പറഞ്ഞ്. +1 കഴിഞ്ഞ് +1 തൊട്ടേ കടാവർ ഡിസെക്ഷന്റെ സെറ്റ് ഒക്കെ മേടിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കായിരുന്നു അതൊന്ന് കാണാൻ വേണ്ടിട്ടല്ലേ? എന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു? കണ്ടു കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. കാരണം നമ്മളിങ്ങനെ തിയറിയിൽ പഠിക്കുന്നതൊക്കെ എത്രമാത്രമാണെങ്കിൽ നമ്മൾ ഓരോ മസിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഓരോ ബോൺ എവിടെയാണ്, ഒരു നെർവിന്റെ പാസേജ് എന്താണ് ഒക്കെ കൃത്യം നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ഒരിക്കലും മെമ്മറിയിൽ നിന്ന് പോവില്ല. പിന്നെ ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. അപ്പം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ നമുക്ക് ഇത് ഫ്യൂച്ചറിൽ ഇനി പഠിക്കാനുള്ളതിനെല്ലാം ഏറ്റവും ബേസ് കിട്ടുന്ന ഇവിടുന്നാണ്. അനാറ്റമിയുടെ ഒരു വളരെ കോർ ആയിട്ടുള്ളൊരു ഇവന്റ് ആണ്, ഏറ്റവും മെയിൻ ആയിട്ടെന്ന് വേണമെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ 480 hours ഈ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഡിസെക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ. അപ്പൊ ഈ ഡിസെക്ഷന്റെ കടാവർ സെറമണി ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും? കടാവർ സെറമണിയിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടത്? അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുമല്ലോ, എന്തായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്? കടാവറിക് സെറമണി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾ ആ ഒരു ഡെഡ് ബോഡിനോട് കടാവറിനോട് സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. ഞങ്ങൾ ഈ ത്രൂ ഔട്ട് ദ കോഴ്സ് ഞങ്ങൾ ആ ബോഡീനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കടാവറിക് ഓത്ത് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വി ആർ താങ്ക്ഫുൾ ഫോർ ദ ടീച്ചേഴ്സ് ദാറ്റ് വി റിസീവ് ഇൻ ദ ഫോം ഓഫ് ദീസ് ബോഡീസ്. അത് നമ്മൾ അങ്ങോട്ട് പ്ലഡ്ജ് ചെയ്യാണ്. നമ്മളെ ഭാഗത്തുനിന്ന് മാക്സിമം റെസ്പെക്റ്റോടെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും. ഈ ബോഡി ഞങ്ങൾക്ക് തന്ന ആ മഹത് വ്യക്തിക്ക് ഞങ്ങളുടെ താങ്ക്സ് പറയുന്ന ഒരു ഇതാണ്. യെസ്. അപ്പം അതായത് നിങ്ങൾക്കെന്നല്ല, എല്ലാവരെയും സംബന്ധിച്ച് ഇപ്പോൾ ഒരാള് ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, വളരെ ദൈവത്തെ പോലെ കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ? യെസ്. അപ്പോ ഇനി ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഇയർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റഡീസും കാര്യങ്ങളും ഇപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സിദ്ധാർത്ഥിന് ഇവിടുന്ന് കിട്ടുന്നതെന്നുള്ളത് വർത്തമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇങ്ങനെ ഒരു ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ബെർലിനിലെ പഠനവും കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മോന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം? ബ്രില്യൻറ്റിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ഞാൻ ഭയങ്കര ഒരു ഉഴപ്പിന്റെ ആളാണ്. ഞാൻ പറ്റുന്നിടത്തൊക്കെ ഉഴപ്പുന്നതാണ്. അപ്പം ഞാൻ ഈ ആക്ച്വലി ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് തന്നെ ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം. എന്ന് വെച്ചാൽ ബ്രില്യൻറ്റിൽ വന്നു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ബാച്ചും കൂടി ആയിരുന്നല്ലോ, അപ്പം ടൈം നമുക്ക് ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പം ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞു വേൽമുരുകൻ സാറും ശ്രീജിത്ത് സാറൊക്കെ കാര്യം. അപ്പോൾ സാറൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ ഈ സാറൊക്കെ എന്താണെന്ന് വെച്ചാൽ സാറ് പറയും, നിങ്ങൾ പോക്കറ്റിന്റെ വലുപ്പമുള്ള പേപ്പറിന്റെ കഷ്ണങ്ങൾ ഒരു A4 വെട്ടിയിട്ട് അങ്ങനെ 4 ആക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക. എന്റെയൊക്കെ മെയിൻ പരിപാടി അതായിരുന്നു. ഞാൻ ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ട് പോക്കറ്റിൽ ഇടുമായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ ലഞ്ച് ബ്രേക്കിന് പോകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ഈ പേപ്പർ ഇങ്ങനെ നോക്കും, ഇടയ്ക്ക് ഓരോ ചുമ്മാ കഴിക്കുന്നതിനിടെ നോക്കും. അങ്ങനെ ഈ നോക്കി തന്നെ സെൻസിറ്റൈസ്ഡ് ആവുമായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം. പിന്നെ ഈ കൃത്യം ഇങ്ങനെ പഠിക്കണം, ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾ 50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതില് ഈ ഭയങ്കര എന്ന് വെച്ചാൽ ടൈറ്റ്. ഇപ്പം ഈ നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ എന്റെ ക്ലാസ്സിൽ സെക്കൻഡ് ആണ്. ഫസ്റ്റും സെക്കൻഡും നമ്മൾ 1 മാർക്കിന്റെ വ്യത്യാസമാണ്. സെക്കൻഡും തേർഡ് നമ്മൾ 1 ക്വസ്റ്റ്യന്റെ വ്യത്യാസമാണ്. അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. പക്ഷെ ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഒരു എക്സാമിന് ഒരാൾക്ക് എന്ന് വെച്ചാല് നമ്മളെക്കാളും ഒരു റാങ്ക് കൂടുതൽ കിട്ടിയ നെക്സ്റ്റിന് പിടിക്കണം എന്നുള്ള അതൊരു ഭയങ്കര ഹെൽത്തി വേ ആണ്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യന്റ് ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബ്രില്യന്റിന്റെ മെറ്റീരിയൽസ് ആണെങ്കിലും ബ്രില്യന്റ് എന്ന് വെച്ചാൽ ബ്രില്യന്റിന് ഒരു ഭയങ്കര ഡെവലപ്പ് ചെയ്യുള്ള സിസ്റ്റം ഉണ്ട്. അതേപോലെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. നമ്മുടെ ആയിട്ടുള്ള കുറച്ച് സാക്രിഫൈസ് ഒന്ന് ചെയ്യാം. ഞാൻ ബ്രില്യന്റിൽ വന്നിട്ട് ഒറ്റൊരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയുള്ളൂ 2 കൊല്ലത്തില്. ഓക്കെ. അത് എന്നുവെച്ചാ മോന് തന്നെ എടുത്ത തീരുമാനമായിരുന്നോ അങ്ങനെ മതി, ആ ഒരു കംഫർട്ടബിൾ സോണിൽ തന്നെ നിന്ന് പോയിക്കൊണ്ടിരുന്നോണ്ടായിരുന്നു അല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ലേ ഉഴപ്പിന്റെ ഒരാളാണ്. അപ്പം വീട്ടിൽ പോയാൽ പഠിക്കില്ല എന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. വിചാരിച്ചു എന്തായാലും വന്നു, എനിക്ക് ഏറിയിട്ട് ഇറങ്ങുന്നുള്ളൂ തീരുമാനിച്ചു. ഇനി ഒരു മെഡിക്കൽ കോളേജിൽ ഉറപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് അന്ന് തീരുമാനിച്ചതല്ലേ? അപ്പൊ റെസിഡൻഷ്യൽ ബാച്ച് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു എന്താ പറയാ പേടിയോ അല്ലെങ്കിൽ ഒരു ഡൗട്ടോ വരും. എങ്ങനെ +2 വേണം, അറ്റ് ദ സെയിം ടൈം എൻട്രൻസും നോക്കണം. അപ്പൊ എങ്ങനെയാ അത് രണ്ടും കൂടെ സിദ്ധാർത്ഥ് ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു? സീനുള്ള കാര്യമല്ല. കാരണം നമ്മള് +1ന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ +1 ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സ്കൂളിൽ ഫോക്കസ് ചെയ്തിട്ടല്ല പോയത്. കാരണം എനിക്ക് അറിയായിരുന്നു +1 എന്തായാലും ഞാൻ CBSE ആണല്ലോ പഠിച്ചത്. ഞങ്ങൾക്ക് അതിന് ബോർഡ് എക്സാംസ് ഇല്ല.
ഞാൻ പിന്നെ +1 ബെയർ മിനിമം സ്കൂളിന് വേണ്ട കാര്യങ്ങളും പിന്നെ ബ്രില്യൻറ്റിൻ്റെ ആണ് ഞാൻ ഇങ്ങനെ പക്കയായിട്ട് നോക്കിപ്പോയത് +1 ബ്രില്യൻറ്റിൻ്റെ തന്നെ. അപ്പോൾ ഒക്കെ ഭയങ്കര ഈ ഇരുന്ന് പഠിക്കുന്ന സമയമായിരുന്നു. +2 എത്തിയപ്പം ആ ഒരു +2ൻ്റെ ഹാഫ് വരെയും ബ്രില്യൻറ്റ് തന്നെയാണ് നോക്കിയത്. പിന്നെ ആ ഒരു ഒക്ടോബർ ടൈമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഒരു ഗോവ ട്രിപ്പൊക്കെ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ തീരുമാനിച്ചു ഒന്ന് സ്കൂളിൻ്റെ കൂടി നോക്കാം. ഒന്നും സ്കൂളിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം ഓൾറെഡി ബ്രില്യൻറ്റ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് സ്കൂളിൽ പറയുകയാണെങ്കിൽ അത്രയും നൈസ് ടീച്ചേഴ്സ് സ്കൂളിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലില്ലി മാം, സുനിത മാം, പിന്നെ ഭയങ്കര നൈസ് എന്ന് വെച്ചാൽ സ്കൂളുകാർ ഭയങ്കര ഇന്നേറ്റ് ആയിട്ട് അവർക്ക് അറിയാം കുട്ടികൾ നന്നാവണമെന്ന് ആഗ്രഹമുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അവരെങ്ങനെ മാക്സിമം ബ്രില്യൻറ്റിൻ്റെ അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇപ്പം ഈ റെസിഡൻഷ്യൽ ബാച്ചിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കുറച്ച് പഠിക്കാൻ എക്സ്ട്രാ സമയം കൊടുക്കുക, ഒരു പീരീഡ് ലാപ്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്കൂൾ തന്നെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു നമ്മൾ നന്നാവാൻ വേണ്ടി. അവസാനം ബോർഡ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രില്യൻറ്റുകാർ തന്നെ എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് എന്ന് തന്നെ അവർ നല്ല ഈ ട്യൂഷൻ വീഡിയോസ് പോലെ അയക്കുമായിരുന്നു. അപ്പം മാത്സിനൊക്കെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തത്. എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വേറെ ഏതെങ്കിലും സിദ്ധാർത്ഥ് പുറത്തുനിന്നുള്ള മെറ്റീരിയൽ എന്താ പറയാ റെഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ, അതോ ബ്രില്യന്റിനെ മാത്രമായിട്ടും മതിയായിരുന്നു? എങ്ങനെയായാലും പ്യൂർലി ബ്രില്യന്റ്. ഓർഗാനിക് കെമിസ്ട്രി മാത്രം ഞാൻ MS ചൗഹാൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. അത് ബട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ ഒരു വെറൈറ്റി ക്യാരക്ടർ ഉള്ള ആളാന്ന് തോന്നുന്നു. അത് ഒരു കേട്ടിടത്തോളം സംസാരിച്ചിടത്തോളം ഒക്കെ ഭയങ്കര വെറൈറ്റി ആള്. ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടം വളരെ റെയർ ആയിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി ഇഷ്ടമുള്ള കുട്ടികളുണ്ട്, റെയർ ആണ് അല്ലേ? അത് പക്ഷേ ടീച്ചേഴ്സ് കാരണമാണ് അത്ര അടിപൊളി എന്ന് വെച്ചാല് ആ പഠിപ്പിക്കുന്നതിന്റെ ആ ഒരു സുഖം കൊണ്ട് ഇഷ്ടപ്പെട്ടു പോയതാണ്. അത്ര ആദ്യമല്ല ഞങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നു ഓർഗാനിക്കിന്റെ തുടക്കം എന്ന് പറയുന്നത്. റിയാക്ഷൻ മെക്കാനിസം എടുത്ത ആ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അത് വേറെ ലെവല് എന്ന് പറഞ്ഞിരുന്നായിരുന്നു. അങ്ങനെ ഇരുന്നു അല്ലേ? സാറ് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ്, അടിപൊളി ടെക്സ്റ്റ് ബുക്ക്. സാർ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടല്ല, സാർ റെക്കമെൻഡ് ചെയ്തൊരു ടെക്സ്റ്റ് ബുക്കാണ്, നിങ്ങൾ വേണേ നോക്കിക്കോണം. അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ ബെർലിനിൽ ഇപ്പൊ മോൻ പറഞ്ഞു ഇപ്പൊ +1 +2 കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിന്റെ കൂടെ എൻട്രൻസ് എക്സാം കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അല്ലെ? ആ ഒരു സിദ്ധാർത്ഥിനെ ബേസ് ചെയ്ത് നോക്കുമ്പോ അത് ക്ലീൻ ആയിട്ട് തന്നെ പോയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ട് പോയി. ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു എക്സാം ടൈം ആവൂലേ, അപ്പൊ നമുക്കൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വെച്ചാൽ ഇപ്പൊ ബ്രില്യന്റ് നോക്കണം, ഇപ്പൊ സ്കൂള് നോക്കണം, അങ്ങനെ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. ബട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബോർഡ് എക്സാമിന്റെ ടൈം ആയില്ലേ, അപ്പൊ ഞാൻ ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ് ഉണ്ടാവും, ഞാൻ പോയി മാർക്ക് നോക്കൂലായിരുന്നു. ബട്ട് ആ 3 hours കൃത്യം അവിടെ പോയി ഇരുന്ന് ആ എക്സാം അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ നീറ്റിന്റെ ഒരു 1 month ബിഫോർ ഞാൻ തീരുമാനിച്ചു ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഏതാണ്, ഞാൻ ഫുൾ തീരുമാനിച്ച് ആ ഡ്രസ്സിൽ അതേ സമയത്ത് ഹാളിൽ പോയി ഇരിക്കും. ബാക്കി ക്ലാസ്സിൽ ആൾക്കാർ എന്ത് കളിക്കുകയാണെങ്കിലും 15 minutes സൈലന്റ് ആയിട്ടിരിക്കും. അങ്ങനെ ആ ഒരു വളരെ മെത്തോഡിക് ആയിട്ട് ഞാൻ തന്നെ സെൻസിറ്റൈസ് ചെയ്തു തന്നെ എക്സാമിൽ. 1 month മുന്നേ വെരി ഗുഡ്. ഡ്രസ്സ് വരെ പിക്ക് ചെയ്തിട്ട് ഞാൻ ജൂനിയേഴ്സ് ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നോക്കായിരുന്നു. ഇന്ന് ഈ ഒരു പള്ളിയിൽ അച്ഛനെ പോലെ ഒരു വെള്ള ഷർട്ടും ഒരു ഇതുമായിട്ടാണ് ഒരു ബ്ലാക്ക് പാൻറ് ഇട്ടിട്ടാണ് പോവാറ്. അപ്പൊ അതിങ്ങനെ ആ ഡ്രസ്സ് വരെ എല്ലാം ഞാൻ പെന്ന് യൂസ് ചെയ്യുന്ന പിൻ പോയിന്റിന്റെ പെന്നായിരുന്നു, അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ആ ഒരു ബോൾ ടൈപ്പ് പെന്ന് യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ ആ നമ്മൾ ഗ്രാജുവലായിട്ട് നമ്മളെ തന്നെ സെൻസിറ്റൈസ് ചെയ്ത് മാക്സിമം മുന്നോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ നീറ്റിന്റെ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പെട്ടെന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അല്ലേ? ഭയങ്കര ടെൻഷനുള്ള സംഭവം തന്നെ. അപ്പൊ സിദ്ധാർത്ഥ ചെയ്ത് 1 month മുന്നേ അത് ഉറപ്പിച്ചു വെച്ചു എന്തിടണം, കാര്യം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സമയമുണ്ട്. അത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് നിങ്ങളാണെങ്കിൽ ഇനിയാണെങ്കിലും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഡ്രസ്സിന് വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ കടന്ന് ഓടാതെ നേരത്തെ എന്ത് വേണം എന്നുള്ളത് തീരുമാനിച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, അതിൻ്റെ ഒരുപാട് റൂൾസ് ഉണ്ട്, അതൊക്കെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഡ്രസ്സ് നേരത്തെ എടുത്തു വെക്കുക. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് സിദ്ധാർത്ഥ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്രയും 1 month മുന്നേ തന്നെ നീറ്റ് എങ്ങനെ എഴുതണം എന്ന് വരെ തീരുമാനിച്ചു വെച്ച ഒരാളായിരുന്നു അല്ലേ? യെസ്. അപ്പൊ ഈ നീറ്റിന്റെ തലേ ദിവസം എന്തൊക്കെയായിരുന്നു സിദ്ധാർത്ഥ് ചെയ്തത്? അല്ലെങ്കിൽ നീറ്റിന്റെ തലേ ദിവസം കുറെ കാര്യങ്ങൾ പഠിച്ചോ ചെയ്തോ? ആകെ ഒരു വെപ്രാളമുള്ള ദിവസം ആയിരിക്കുമല്ലോ, എന്തൊക്കെയായിരുന്നു? തലേ ദിവസം ഭയങ്കര ചില്ലായിട്ട് ഞാൻ കൃത്യം 6 o'clock ആകുമ്പോൾ ബുക്കൊക്കെ അടച്ചു വെച്ചത്, പിന്നെ നോക്കിയിട്ടില്ല. പിന്നെ അപ്പം ഞാൻ ജയിക്കാരുടെ കൂടെ ആയിരുന്നു ഞാൻ സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹോസ്റ്റലില്. അപ്പം ഞാൻ അവരുടെ രാത്രി തമാശ പറഞ്ഞിരിക്കുന്നതും ഞങ്ങളെ ഹോസ്റ്റലിൽ ഫുഡ് അലൗഡ് അല്ല, ഞങ്ങൾ കുറച്ച് ഫുഡ് കൊണ്ടുവരുന്നു. രാത്രി എല്ലാവരും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു 1 week ഇല്ലേ, അപ്പോഴേ ഞാൻ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നത് നിർത്തിയിരുന്നു. പിന്നെ ബയോളജി എന്തെങ്കിലും മറന്നുപോയി എനിക്കൊരു തോന്നുകയാണെങ്കിൽ ആ പാർട്ട് മാത്രമേ ബയോളജി മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് പ്രീവിയസ് ഇയർ, അത് ലാസ്റ്റ് 1 week ആയിരുന്നു ഫുൾ 2 ബുക്കും ഫുള്ള് ഞാൻ ചെയ്തു കൊടുത്തു. അതായിരുന്നു എൻ്റെ ഫൈനൽ റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം APMT മുതൽ അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഒരു സെൻസിറ്റീവ്. പിന്നെ ഭയങ്കരമല്ല, ഞാൻ ആക്ച്വലി JEE ഒക്കെ എഴുതാൻ പോകുമ്പം ഞാൻ ഈ വീട്ടുകാരെ അങ്ങനെ വിളിക്കാറില്ല എക്സാമിന് പോകുമ്പോൾ, ടെൻഷൻ അടിക്കുന്നുള്ളതുകൊണ്ട്. അപ്പം അമ്മ ഒരു ഇന്നോവയും ഒരു ഡ്രൈവറേയും വിടും, അപ്പം അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് അങ്ങനെ പോയി എക്സാം ഒക്കെ എഴുതുക. പക്ഷെ ഇതിങ്ങനെ എനിക്ക് തന്നെ തോന്നി
വീട്ടുകാരെ കൊണ്ടുപോകണം. അപ്പം ഞാൻ വിളിച്ചു അമ്മേനെ വിളിച്ചു. അമ്മയ്ക്ക് OP ഉള്ള ദിവസമായിരുന്നു. ആഹാ. അപ്പം അമ്മ വന്നു. അമ്മ കാർ എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വന്നു. കൂട്ടി കോളേജ് സ്കൂളിൽ കൊണ്ടുപോയി. ടെൻഷൻ ഇല്ല. നോർമലി വിളിക്കുന്ന ആളല്ല, ഇതെന്ത് പറ്റി വിളിച്ചേന്ന് അങ്ങനെ അതെ അതെ, അമ്മയ്ക്കും സർപ്രൈസ് ആയിരുന്നു. അതും ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞു അമ്മ വാന്ന് പറഞ്ഞു. അമ്മ വന്നു, കൂട്ടി കൊണ്ടുപോയി. ഹോസ്റ്റലിൽ നിന്നാണ്. ഞാൻ തലേ ദിവസം പോലും വീട്ടിൽ പോയില്ല. ഞാൻ ലാസ്റ്റ് ഡേ എന്ന് വെച്ചാൽ മീറ്റിന്റെ അന്ന് രാവിലെയാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ അമ്മ വന്നു കൊണ്ടുപോയി. അവിടെ എത്തുമ്പോൾ ഭയങ്കര കാമാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള അപ്പുറത്തിരിക്കുന്ന കുട്ടികൾ ഇപ്പുറത്തിരിക്കുന്ന ഒന്നും നമുക്കത് ബോധേഡല്ല. നമുക്കറിയാം ഇതാണ് നടക്കാൻ പോകുന്നത്. അത്രയും ബ്രില്യൻ്റ് നടത്തി. ഹൺഡ്രഡ്സ് ഓഫ് എക്സാംസ് 2 കൊല്ലം കൊണ്ട് ഇഷ്ടം പോലെ എഴുതിയതാണ്. എനിക്കറിയായിരുന്നു കൃത്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഈ അവിടെ കാറിലെത്തി. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 1 കൊല്ലത്തോളമായി. അമ്മ ഫുൾ ഇലയിൽ പൊതിഞ്ഞ ഫുഡൊക്കെ അമ്മമ്മ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചു. ഇങ്ങനെ ഒരു ഭയങ്കര ഞാനൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് എക്സാം ഹാളിൽ കയറിയത്. അപ്പൊ കയറി ഇരിക്കുന്നവരെ ഒന്നും ഒരു ഫീലിംഗ്, വേറൊരു ഹെഡ് സ്പേസിലായിരുന്നു. ഒന്നും ഉണ്ടായില്ല. പ്ലെയിൻ ആയിട്ടാ പോയ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഒരു സെക്കൻഡ് ഒന്ന് 2 കൊല്ലത്തെ ഇതാണ് ആ ഒരു ഇത് വന്നു. ബട്ട് അത് അപ്പം തന്നെ പോയി. ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയ്യോ, ആ ഒരു ഫിസിക്സിന്റെ ഒരു ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അയ്യോ എന്നായി. ബട്ട് പിന്നെ അതും പോയി. പിന്നെ അങ്ങ് ഇരുന്ന് ചെയ്യായിരുന്നു. എനിക്ക് മനസ്സിലായി ടഫാണ്, മാക്സിമം ചെയ്താൽ മതി എന്ന് എനിക്ക് മനസ്സിലായി. അത് തലേ ദിവസം സാറുമാര് അവരിതില് മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, ഇത് ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിൽ നിങ്ങൾ മാക്സിമം മിസ്റ്റേക്ക് കുറയ്ക്കാൻ നോക്കുക. ഞാനാണെങ്കിൽ അത്യാവശ്യം ഈ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരാളായിരുന്നു. സില്ലി മിസ്റ്റേക്ക് അല്ല, സില്ലി മിസ്റ്റേക്ക്, കാൽക്കുലേഷൻ എറേഴ്സ് ഞാൻ വരുത്തുന്ന ഒരാളാണ് ഫിസിക്സിൽ. കെമിസ്ട്രിയും ബയോളജിയും പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ആയതുകൊണ്ട് ഫിസിക്സ് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പഠിച്ചു പോവുമായിരുന്നു. സോ ലൈക്ക് ഫിസിക്സിന്റെ കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രിയും ബയോളജി ആകുമ്പോൾ ഓക്കെ. ബയോളജി സാഗിന്റെ ഒക്കെ മുഖം, ഞങ്ങൾക്ക് ഒരു ഫിഗിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൃത്യം സാറിന്റെ മുഖം ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുക. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ ആ പോയിന്റ് അതേപോലെ സാറ് പറഞ്ഞു അതിന്റെ അകത്ത് പുഴു, ലൈക് ഫിഗിന്റെ അകത്ത് പുഴു ഉണ്ടാവും എന്നൊക്കെ സാർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിരുന്നു മുറിച്ച ഫ്രൂട്ടിന്റെ. അത് ഭയങ്കര യൂസ്ഫുൾ ആയി. ബ്രില്യൻ്റിൽ അല്ലാതെ വേറെ എവിടെ പോയാലും അത് എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നത്. കാരണം ഫിഗ് എന്താന്ന് പോലും പകുതി ആൾക്കാർക്ക് അറിയാണ്ടാവില്ല. അതിന്റെ അകത്ത് പുഴു കയറി ഇരിക്കുന്നുണ്ട്, നോൺ വെജ് ആവുന്നു. അതൊന്നും ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിൽ പോലും ഇല്ല. ടെക്സ്റ്റ് ബുക്കിൽ അതിന് വാസ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വളരെ ഇതായിട്ട് തോന്നി. പിന്നെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു എക്സാമിന്റെ സമയത്ത് ആക്ച്വലി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഫസ്റ്റ് 10 മിനിറ്റ്സ് ഒരു ചെറിയ ടെൻഷൻ അടിച്ചു. പിന്നെ പോയി. പിന്നെ ആ ഒരു ഹെഡ് സ്പേസിലെത്തി. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു. ഈ ബെല്ലടിക്കാനും അപ്പുറത്തിരിക്കുന്ന കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുന്നതിന് മുമ്പേ ബബിൾ ചെയ്തെത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര എക്സാം ആയിരുന്നു. ഇപ്പുറത്തിരിക്കുന്ന കുട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ അമ്മേനോട് കയറുമ്പോൾ പറഞ്ഞു ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞു. അമ്മയൊന്നും ചോദിച്ചില്ല. കാറിലിരുന്നു സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. വീട്ടിലെത്തി. പിന്നെ ആ ഒരു ആൻസർ കീ ആ ഒരു എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് പേരുടെ ആരെങ്കിലും അഭിപ്രായം പറയാൻ കേൾക്കാൻ നിന്നോ, അതോ സിദ്ധാർത്ഥ് നേരെ അങ്ങ് ചുറ്റും ആൾക്കാർ കിടന്ന് കരയുമായിരുന്നു. ഇങ്ങനെ ഈ അമ്മേനൊക്കെ ഇങ്ങനെ പിടിച്ച് കരയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കാണുമ്പോ എനിക്ക് ചെറിയൊരു ടെൻഷൻ എനിക്ക് അടിച്ചു അപ്പം. ബട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എനിക്കൊരു ഷുവർ ആയിരുന്നു ഞാനൊരു ഓൾമോസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്വന്തമായിട്ട് ഒരു ഇത് തോന്നി അല്ലേ? യെസ്. അപ്പോൾ അതിനുശേഷം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിലൊരു പേടിയാണല്ലോ. 2 കൊല്ലം അത്രയും കഷ്ടപ്പെട്ടു. അഥവാ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ ഒരു കൊല്ലോടിയൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു നീ ഇപ്പൊ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പ്രൈവറ്റിൽ വിടും, നിനക്ക് പഠിക്കാൻ ഇതാണ് ഇൻട്രസ്റ്റ് എങ്കിലും ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന അവർ പറഞ്ഞു. എനിക്ക് അങ്ങനെ എന്തായാലും ഞാൻ ഇക്കൊല്ലം പഠിക്കും. ബട്ട് എനിക്ക് എന്റേതായിട്ട് തന്നെ വെച്ചാൽ എന്റെ ഒരു എഫർട്ട് ഗവൺമെന്റ് കോളേജ് കയറിയിട്ട് തന്നെ പഠിക്കണം എന്നൊരു ആഗ്രഹം. ഒരു കൊല്ലം കളയണ്ട, അതിന് മുന്നേ തന്നെ കയറണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് സിദ്ധാർത്ഥ് കയറിയത് അല്ലെ? യെസ്, അത് നടന്നു. ഇപ്പതാ ആഗ്രഹിച്ച കോളേജ് തന്നെ. എല്ലാം സിദ്ധാർത്ഥ് ഓർത്ത കാര്യങ്ങളിൽ കൂടെ തന്നെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ വളരെ ഫണ്ണാണ്. കാരണം നമുക്കൊന്നാമത് ഒരു ഫസ്റ്റ് ഇയേഴ്സിന് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ഡോമെട്രി സെറ്റപ്പിലാണ്. കാരണം അവിടെ ഹോസ്റ്റലിൽ റീബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാം ഫണ്ണാണ്. രാത്രി ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുകയാണ്. സീനിയേഴ്സ് ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകും. അപ്പൊ അവരുടെ ഒക്കെ പോവുക. പിന്നെ ഒരു ഡോമെട്രി ആയതുകൊണ്ട് തന്നെ ഇന്നേറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിൽ ഒരു നല്ല കണക്ഷൻ ഉണ്ട്. പിന്നെ എല്ലാവരും ഈ ഒരു പഠിക്കാനൊക്കെ ഉള്ള ഒരു ബോധമുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു. സാധാരണ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ തലയണ കെട്ടിപ്പിടിക്കുക, പുതപ്പ്, ഇതൊക്കെയായിരിക്കും ഒരാൾ കിടക്കുന്നതിന്റെ പരിസരത്തൊക്കെ കാണുക. പക്ഷെ സിദ്ധാർത്ഥ് കിടക്കുന്നതിന്റെ അടുത്ത് എന്താ സിദ്ധാർത്ഥ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തേ.
അത് ഞങ്ങൾക്ക് ബോൺ സെറ്റ് വെച്ചിട്ട് പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഒറിജിനൽ ഹ്യൂമൻ ബോഡിയിലെ ബോൺസ് തന്നെയാണ്, അത് പ്രോസസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങൾക്ക് അവിടെ ഡോർമെറ്ററി ഞാൻ പറഞ്ഞില്ലേ പുതിയ സെറ്റപ്പ് ആണ്, അപ്പൊ അവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ബെഡിന്റെ മുകളിലൊക്കെ തന്നെയാണ് ഹ്യൂമറസ് ഒക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ്. തലേണൊക്കെ മാറ്റി വെച്ച് ഇതൊക്കെ കെട്ടിപ്പിടിച്ച സിദ്ധാർത്ഥ കിടക്കുന്നത് നല്ല ഒരു പ്രത്യേക ഒരു അല്ലേ. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോ ക്യാഷ്വലായിട്ട് പറഞ്ഞ സിദ്ധാർത്ഥന് തലേണൊന്നും വേണ്ട, മറ്റേ ആ ഒരു ഫോട്ടോയും കൂടെ കാണിച്ചു, അത് കെട്ടിപ്പിടിച്ചാ കിടക്കുന്നതെന്ന്. അപ്പൊ ഈ പേടി അങ്ങനെ ഈ ഒരു ഫീൽഡിനോടുള്ള താല്പര്യം കൊണ്ടാണ് പേടി? ഇപ്പൊ കടാവർ കണ്ടപ്പോഴാണ് ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നത്? അതെ അതെ, എന്ന് വെച്ചാല് ഞാൻ ചിലപ്പോൾ അമ്മയുടെ കൂടെ ഒക്കെ പണ്ട് മുതലേ പോകുന്നതാണ്, ക്ലിനിക്കിലൊക്കെ അമ്മയുടെ ഒപ്പീനൊക്കെ പോകുന്നതാണ്. അപ്പൊ എപ്പോഴും ഈ ഒരുപാട് കാര്യം കാലൊക്കെ ഇങ്ങനെ പുറന്ന് കീറി വരുന്ന ആൾക്കാർ, അച്ഛൻ സർജൻ ആണ്. അപ്പൊ അച്ഛന്റെ ലാപ്ടോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ കീറിയിരിക്കുന്നത്, ഈ ക്ലെഫ്റ്റ് ലിപ്പിന്റെ റിപ്പയർ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ സെൻസിറ്റൈസ്ഡ് ആയിരുന്നു അത്യാവശ്യം. അപ്പം ഫാമിലിയിലുള്ളവര് ആ ഒരു ഇത് നോർമലൈസ് ആയതുകൊണ്ട് തന്നെ മോനും ഏകദേശം അതുമായിട്ട് നോർമലൈസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് ആണത്. സോ ലൈക്ക് എനിക്ക് ആ ഒരു പഠിക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട്, ഓക്കെ. സിദ്ധാർത്ഥന് ഏതിലേക്ക് പോകണം ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ചോദിക്കാം, ഇപ്പഴേ ഏതെങ്കിലും എന്താ പറയാ ആഗ്രഹമുണ്ടോ, എനിക്ക് ഇന്നൊരു ഇതിലേക്ക് പോകണ്ടേ എന്നുള്ളൊരു? ക്ലിനിക്കൽ സബ്ജക്ട് ഏതെങ്കിലും, പ്രിഫറബിളി സർജറി, പ്ലാസ്റ്റിക് അങ്ങനെ പോകാനാണ് ഇൻട്രസ്റ്റ്, താല്പര്യം, നിലവിലത്തെ ഒരു ഇത്. യെസ്, ബാക്കി PG കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. യെസ്, വെരി ഗുഡ്. സിദ്ധാർത്ഥ ഒരുപാട് മോഡൽ എക്സാംസ് ഇപ്പൊ മോൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരുപാട് എക്സാംസ് ഈ 2 കൊല്ലത്തിനകം പ്ലെന്റി ഓഫ് എക്സാംസ് എഴുതിയിട്ടാണ് നീറ്റ് എഴുതാൻ പോയത് അല്ലേ. അപ്പോൾ ഓരോ എക്സാംസ് കഴിയുമ്പോഴും എങ്ങനെയായിരുന്നു മിസ്റ്റേക്സ് ഒക്കെ റെക്ടിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഓരോ മാർക്ക് കുറഞ്ഞ്, ഇപ്പൊ ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് നീറ്റിന് കിട്ടിയ ഒരു മാർക്ക് ഉണ്ടാവും, ഇത് തമ്മിലുള്ള ഒരു വേരിയേഷൻ മോനെങ്ങനെ കുറച്ചത്? വേരിയേഷൻ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, മോഡൽ എക്സാമിന്റെ നമ്മള് മാർക്ക് ബോധഡ് ആവാതെ കുറച്ചും കൂടി എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു പ്രിൻസിപ്പിളായിരുന്നു ഞാൻ കുറച്ചുകൂടി ഫോളോ ചെയ്തിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ സ്കൂളിലും ബോർഡ് എക്സാം ഒക്കെ ഒരുമിച്ച് വന്നു. അപ്പം എന്തായാലും എക്സാം പോയി എഴുതുക, അതായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. കാരണം മോഡൽ എക്സാമിന് മാർക്ക് കോൺസ്റ്റന്റ് ഒന്നും അല്ലായിരുന്നു, ഈ ഭയങ്കര വേരിയേഷൻ. ഞാനിങ്ങനെ നന്നായിട്ട് 400 പോയിട്ടുണ്ട്. ഒക്കെ വീട്ടിൽ വിളിച്ച് വീട്ടുകാർക്ക് അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും, അവർ കാണിക്കില്ല. നമ്മൾ പിന്നെ നമ്മളായിട്ട് മനസ്സിലാക്കുക, അത് നമ്മുടെ ഒരു ഇഷ്യൂ കൊണ്ടല്ല, എക്സാം ടഫാണ്, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോഡൽ എക്സാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. മിസ്റ്റേക്ക് ബുക്ക് എനിക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞാനത് പക്ഷേ എപ്പോഴും റെഫർ ചെയ്യുന്നില്ല, ഞാൻ ബുക്കിൽ എഴുതി വെക്കും എന്താ മിസ്റ്റേക്ക് വന്നത് എന്ന്. ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കാറില്ല, പക്ഷെ എഴുതുമ്പം നമുക്ക് നെക്സ്റ്റ് ടൈം ആ ക്വസ്റ്റ്യൻ കാണില്ലേ, അപ്പോൾ നമുക്കുണ്ടാവും ഇത് ഞാൻ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഞാൻ ഏതോ ഒരു സ്റ്റെപ്പിൽ എന്തോ ഒരു വ്യത്യാസം വരുത്താനുണ്ട്, ആ ഒരു സാധനം അതുകൊണ്ടാണ് അന്ന് തെറ്റിയത്. ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ എന്ന് വെച്ചാൽ ഒരു എക്സാമിന്റെ ഒക്കെ സമയമാവില്ലേ, നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തലയിൽ വരും ഇക്വേഷനൊക്കെ കൃത്യം. കാരണം മിസ്റ്റേക്ക് ബുക്കിൽ എഴുതുമ്പം നമുക്ക് തെറ്റ് പറ്റിയാൽ അത് നമ്മൾ മറക്കില്ല, നമുക്ക് ശരിയായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. വൺസ് തെറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റില്ല. അപ്പോൾ അതായത് 400 ആ ഒരു റേഞ്ചിൽ വരെയും വന്നിട്ടുണ്ട്, എന്നിട്ടാണ് നീറ്റിൽ ഇത്രയും നല്ല മാർക്ക് മേടിച്ചിട്ട് വന്നത്. അപ്പം ഒബ്വിയസ്ലി അല്ലേ എല്ലാവർക്കും പറ്റും, നിങ്ങളൊന്ന് ഡെഡിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നൊരു ഇതല്ല. ഇതുപോലെ തന്നെ 2026 നീറ്റ് എക്സാം വരാൻ പോവാ സിദ്ധാർത്ഥ്. അപ്പം സിദ്ധാർത്ഥിന്റെ പൊസിഷനിൽ ഇരുന്ന അല്ലെങ്കിൽ അന്ന് എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥ് പഠിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക നല്ല രീതിക്ക് തന്നെ. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളൂ, മെയ് 3-ാം തീയതിയാണ് നീറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് സിദ്ധാർത്ഥിന് അവരോട് പറയാനുള്ളത്? നിങ്ങൾ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, ഓരോ സബ്ജക്റ്റും ആ സബ്ജക്റ്റിന് സ്കോറിംഗ് പാർട്ട് എങ്ങനെയാണ് അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാവാനുള്ളതാണ്. കാരണം ലാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും അല്ല, ഒരു ഈ കമ്പൈൻഡ് യൂണിറ്റ് മോഡൽ എക്സാം തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യം ഓരോ പേജും ഇങ്ങനെ തലയിലുണ്ടാവും, നമ്മൾ ആ കൃത്യം ഈ ഇക്വേഷൻ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ അത്ര ഒരു സെൻസിറ്റൈസ്ഡ് ആവും അതിനോട്. കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നെയിംഡ് റിയാക്ഷൻസ് എല്ലാം ഒരു A4 ഷീറ്റിലുണ്ടായിരുന്നു, ഏത് രാത്രി ചോദിച്ചാലും അത് പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ അത് വെള്ളം പോലെ എഴുതി ഞാൻ അവസാനം ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുമ്പോൾ 16 kilograms എഴുതി പഠിച്ച ന്യൂസ് പ്രിന്റ് മാത്രം ഉണ്ട്, ഞങ്ങൾ വെയ് ചെയ്ത് നോക്കിക്കൊണ്ട് 16 അത്രയും അതങ്ങനെ എഴുതി ഓർമ്മിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം വായിച്ച മെമ്മറി ഉണ്ടാവും. ബട്ട് കെമിസ്ട്രി ഒക്കെ ഒരു റിയാക്ഷൻ, ഒരു കോഎൻസൈം, ഒരു സബ്സ്ട്രേറ്റ് ഒന്നും മാറിപ്പോയി എഴുതി തന്നെ പഠിക്കുക. നിങ്ങളുടെ മെത്തേഡ് കണ്ടുപിടിച്ചാൽ മതി. ബയോളജി ആണെങ്കിൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യാൻ, അത് അങ്ങനെ പഠിച്ചാൽ മതി. നമ്മളൊരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും ഇന്ത്യയിൽ ആൾക്കാർ എഴുതുന്നതാണ്.
ഒരു പ്രാവശ്യം കുറച്ച് ടഫായി പോയി എക്സാം, പക്ഷെ എപ്പോഴും ഇങ്ങനെ ടഫായി പോകുന്നില്ല. ഇത് NTA-യുടെ അവരൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയ പോലെയാണ്. അപ്പം നെക്സ്റ്റ് ടൈം ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരിക്കും. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുള്ളൊരു ബോധം നമുക്ക് തന്നെ ഉണ്ടായാൽ മതി. യെസ്, ഒരു എന്താ പറയാ, സ്വന്തമായി വിശ്വസിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്കറിയാം സിദ്ധാർത്ഥിന്റെ ഒരുപാട് വിശേഷങ്ങൾ, അതായത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ബെർലിനിലേക്ക് എത്തിയത്, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ വന്നത്, എങ്ങനെയാണ് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. സോ താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ് ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, സിദ്ധാർത്ഥ് ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഇടങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ബുള്ളൻ ഫാമിലി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. Thank you once again. Yes. Brilliant Study Center, India's #1 coaching center for NEET and JEE.